നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുണ്യമാസമായ റംസാനിലും വധശിക്ഷ നടപ്പാക്കി സൗദി അറേബ്യ. 2009 ശേഷം ആദ്യമായാണ് രാജ്യത്ത് റംസാനിൽ വധശിക്ഷ നടപ്പാക്കുന്നത്. വിശുദ്ധ നഗരമായ മദീനയിൽ തന്നെയാണ് ശിക്ഷാവിധി നടപ്പാക്കിയതെന്നും വളരെ ശ്രദ്ധേയമാണ്. മാർച്ച് 28-നാണ് കൊലക്കുറ്റത്തിന് തടവിൽ കഴിഞ്ഞിരുന്ന സൗദി പൗരന് വധശിക്ഷ നടപ്പാക്കിയത്. എങ്കിലും 2009 മുതൽ റംസാൻ മാസങ്ങളിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് തടഞ്ഞിരുന്നു. മാർച്ച് 28-ലെ ശിക്ഷ കൂടി നടപ്പാക്കിയതോടെ ഈ വർഷം മാത്രം സൗദി അറേബ്യയിൽ നടപ്പാക്കിയ വധശിക്ഷകളുടെ എണ്ണം 17 ആയി ഉയർന്നു. സൗദി പൗരനെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ഒരാളെ കുത്തിക്കൊന്ന ശേഷം തീ കൊളുത്തി എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. മാർച്ച് 28-നാണ് ശിക്ഷ നടപ്പാക്കിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. എങ്കിലും 2009 മുതൽ റംസാൻ മാസങ്ങളിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് തടഞ്ഞിരുന്നു. 2022-ൽ മാത്രം 147 പേരെയാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത്. കഴിഞ്ഞ മാർച്ചിൽ മാത്രം ഭീകരവാദവും കൊലപാതകങ്ങളും ബലാത്സംഗവും ഉൾപ്പെടെ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 81 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സ്വന്തം മാതാപിതാക്കളെ കൊന്നവർ ഉൾപ്പെടെ നിരപരാധികളുടെ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരും വധശിക്ഷയ്ക്ക് വിധേയരായതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് ബോംബ് സ്ഫോടനം നടത്തിയവരും കൊലപാതകത്തിന് ശേഷം മൃതദേഹം വികൃതമാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച പ്രതികളും ഇതിലുണ്ട്. രാജ്യത്തേക്ക് മയക്കുമരുന്നും ആയുധങ്ങളും കടത്തിയവരും തട്ടിക്കൊണ്ടുപോയി ആളുകളെ വധിച്ച കേസിൽ പിടിക്കപ്പെട്ടവരും വധശിക്ഷയ്ക്ക് വിധേയരായി. സൗദിയിൽ ഒരു ദിവസം ഇത്രയധികം പേരെ ഒന്നിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് 1980-ന് ശേഷം ഇതാദ്യമായാണ്. മക്ക ഹറം പിടിച്ചെടുത്ത കേസിൽ 1980-ൽ 67 പേരെ വധിച്ചിരുന്നു. 2016-ൽ തീവ്രവാദ കേസുകളിൽ 47 പേരുടെ വധശിക്ഷയും നടപ്പാക്കുകയുണ്ടായി. എന്നാൽ ഇത്തവണ വിവിധ കേസുകളിലെ പ്രതികൾക്ക് ഒരേ സമയം വധശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്തത്. 2021-ൽ 69 പേരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു. അതായത് ഒരു വർഷത്തിനിടെ വധശിക്ഷകളുടെ എണ്ണം ഇരട്ടിയായി ഉയർന്നു. രാജ്യത്ത് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷ കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത്. 2015-ൽ സൽമാൻ രാജാവ് അധികാരമേറ്റതിനു ശേഷം 1000-ത്തിലധികം വധശിക്ഷകളാണ് വിധിച്ചത്. ശിരച്ഛേദം നടത്തിയാണ് രാജ്യത്ത് പലപ്പോഴും വധശിക്ഷ നടപ്പിലാക്കുന്നത്. 2010-2014 കണക്കുകളിൽ നിന്ന് 82% വർധനയാണ് വധശിക്ഷയിൽ ഉണ്ടായിരിക്കുന്നത്. വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടവരിൽ 90 പേർക്കെതിരെ ചുമത്തിയിരുന്നത് വലിയ കുറ്റങ്ങൾ പോലുമല്ലായിരുന്നു. ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ അടിച്ചമർത്താനാണ് ഇത്തരത്തിൽ തിരക്കിട്ട് വധശിക്ഷകൾ നടപ്പിലാക്കുന്നതെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചിരുന്നു. രാജ്യത്തെ കിഴക്കൻ പ്രവിശ്യയിലെ ഗോത്രവിഭാഗങ്ങളെയും ഭരണകൂടം ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് എന്നും ആരോപണം ഉയർന്നിരുന്നു. ന്യായമായ വിചാരണയ്ക്ക് പോലും അവസരം നൽകാതെ സൗദിയിൽ വധശിക്ഷ നടപ്പാക്കുന്നതായി വിമർശനം ഉയരുന്നുണ്ട്. കൊലപാതകങ്ങൾക്ക് മാത്രമേ വധശിക്ഷ നൽകൂ എന്ന് സൗദി കിരീടാവകാശി വാഗ്ദാനം നൽകിയിട്ടും മാരകമല്ലാത്ത കുറ്റകൃത്യങ്ങൾക്കും പ്രതിഷേധക്കാരെ അടിച്ചമർത്താനും വധശിക്ഷ ഉപയോഗിക്കുന്നു എന്നാണ് വിമർശനം. ന്യായമായ വിചാരണയ്ക്ക് പോലും അവസരം നൽകുന്നില്ല എന്നത് കടുത്ത വിമർശനമായി തന്നെ വന്നിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.